എല്ലാവർക്കും നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലും സാമൂഹിക ജീവിതത്തിലും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ പുതിയ പ്രഖ്യാപനങ്ങൾ. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിക്കുമെന്ന പ്രഖ്യാപനം ഇപ്പോൾ കേരളത്തിലെ ഓരോ കുടുംബങ്ങളിലും സംസാര വിഷയമായി മാറിയിരിക്കുകയാണ്. വീട്ടമ്മമാർ, വിദ്യാർത്ഥിനികൾ, ജോലി ചെയ്യുന്ന സ്ത്രീകൾ, തൊഴിലാളികൾ, വയോധിക സ്ത്രീകൾ എല്ലാവരും ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയാണ്. കാരണം ഒരു കുടുംബത്തിനെ മാസ ചെലവിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് യാത്രാ ചെലവ്. അതിനാൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര ലഭിക്കുമെന്ന പ്രഖ്യാപനം സാധാരണ കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമായി മാറുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ പ്രധാന കാര്യം കേരളത്തിലെ സ്ത്രീകൾക്ക് കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകണം. സ്ത്രീകൾ വീട്ടിൽ മാത്രം ഒതുങ്ങാതെ ജോലി, വിദ്യാഭ്യാസം, ബിസിനസ്, സാമൂഹിക പ്രവർത്തനം എന്നിവയിലേക്ക് കൂടുതൽ സജീവമായി വരാൻ സർക്കാർ പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിന്റെ ഭാഗമായിട്ടാണ് സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര പ്രഖ്യാപിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ പദ്ധതി നടപ്പിലായാൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് നേരിട്ട് ഗുണം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇപ്പോൾ കേരളത്തിലെ പല കുടുംബങ്ങളിലും ദിവസവും ബസ് യാത്രയ്ക്കായി വലിയ തുകയാണ് ചിലവാക്കുന്നത്. ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും ദിവസേന ബസ് ചാർജ് വലിയ ഭാരമാണ്. ചില കുടുംബങ്ങളിൽ മാസം 2000 മുതൽ 5000 വരെ യാത്രയ്ക്കായി മാത്രം ചിലവാകുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ സൗജന്യ ബസ് യാത്ര പദ്ധതി വന്നാൽ കുടുംബ ചെലവിൽ വലിയ കുറവ് വരുമെന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലുള്ള സ്ത്രീകൾക്ക് ഇത് വലിയ സഹായകമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് ഈ പദ്ധതി KSRTC ഉൾപ്പെടെയുള്ള സർക്കാർ ബസ്സുകളിലായിരിക്കും ആദ്യം നടപ്പിലാക്കുന്നതാണ്. പിന്നീട് സ്വകാര്യ ബസ്സുകളിലേക്കും ഇത് വ്യാപിപ്പിക്കാനുള്ള സാധ്യത സർക്കാർ പരിശോധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വിദ്യാർത്ഥിനികൾ, തൊഴിലാളി സ്ത്രീകൾ, കുടുംബശ്രീ അംഗങ്ങൾ, വയോധിക സ്ത്രീകൾ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് മുൻഗണന നൽകുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്ന ചോദ്യം ഇതാണ്: സ്ത്രീകൾക്ക് മുഴുവൻ ദിവസവും സൗജന്യ യാത്രയോ അല്ലെങ്കിൽ നിശ്ചിത സമയങ്ങളിൽ മാത്രമോ? ഇതിനെക്കുറിച്ച് സർക്കാർ പിന്നീട് വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചില റിപ്പോർട്ടുകൾ പ്രകാരം രാവിലെ ജോലി സമയങ്ങളിലും വൈകുന്നേരങ്ങളിലും പ്രത്യേക സൗജന്യ യാത്രാ സംവിധാനം പരിഗണനയിലുണ്ടെന്നാണ് പറയുന്നത്. ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ വലിയ സാമൂഹിക ലക്ഷ്യം സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കലാണ്. കേരളത്തിലെ നിരവധി സ്ത്രീകൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ജോലി അവസരങ്ങൾ ഒഴിവാക്കുന്ന സാഹചര്യമുണ്ട്. ചിലർ ദൂരെയുള്ള കോളേജുകളിലൊക്കെ ട്രെയിനിങ് സെന്ററുകളിലൊക്കെ പോകാൻ പോലും ബുദ്ധിമുട്ടുന്നുണ്ട്. മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിൽ സ്ത്രീകളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളും പ്രഖ്യാപിച്ചു. സ്ത്രീകൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായ പദ്ധതി, വനിതാ സംരംഭകർക്കുള്ള വായ്പാ സഹായം, കുടുംബശ്രീ ശക്തിപ്പെടുത്തൽ, ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾക്ക് സുരക്ഷാ പദ്ധതി, വിധവകൾക്ക് അധിക ധനസഹായം എന്നിവയും സർക്കാർ പരിഗണനയിലുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സ്ത്രീകളെ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളായി മാത്രം കാണാതെ സാമ്പത്തിക വളർച്ചയുടെ പങ്കാളികളാക്കണമെന്നാണ് സർക്കാരിന്റെ പുതിയ സമീപനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ കേരളത്തിലെ സ്ത്രീകളിൽ വലിയ പ്രതീക്ഷ സൃഷ്ടിച്ച മറ്റൊരു കാര്യം വീട്ടമ്മമാർക്കുള്ള മാസാന്ത സഹായ പദ്ധതിയാണ്. വീടുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് സ്ഥിരമായ വരുമാനമില്ലെന്നും കുടുംബത്തിന്റെ അടിത്തറ നിലനിർത്തുന്നത് പലപ്പോഴും വീട്ടമ്മമാരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലൂടെ നേരിട്ട് ധനസഹായം നൽകുന്ന പദ്ധതിയും സർക്കാർ പരിഗണിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ 2000 മുതൽ 3000 വരെ സഹായം ലഭിക്കാമെന്ന ചർച്ചകൾ ശക്തമാണ്. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര പ്രഖ്യാപനം വന്നതോടെ വിദ്യാർത്ഥിനികൾക്കിടയിലും വലിയ ആവേശമാണ്. കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും ദിവസേന യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥിനികൾക്ക് ഇത് വലിയ സഹായകമാകുമെന്ന് രക്ഷിതാക്കൾ പറയുന്നു. പല കുടുംബങ്ങളും ഇപ്പോൾ വിദ്യാഭ്യാസ ചെലവ് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുകയാണ്. ഫീസ്, പുസ്തകങ്ങൾ, യൂണിഫോം, യാത്രാ ചെലവ് എല്ലാം കൂടി വലിയ സാമ്പത്തിക ബാധ്യതയാണ്. അതിനാൽ യാത്ര സൗജന്യമാകുന്നത് മധ്യവർഗ കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാകും. തൊഴിലാളി സ്ത്രീകൾക്കും ഈ പദ്ധതി വലിയ ഗുണം ചെയ്യും. വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീകൾ, ഹോട്ടൽ തൊഴിലാളികൾ, ആശുപത്രി ജീവനക്കാർ, കടകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ, ഫാക്ടറി തൊഴിലാളികൾ ഇവർക്ക് ദിവസേന യാത്രയ്ക്ക് വലിയ തുകയാണ് ചെലവാകുന്നത്. ചില സ്ത്രീകൾ യാത്രാ ചെലവ് കാരണം ജോലി പോലും ഒഴിവാക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് സൗജന്യ യാത്ര പദ്ധതി സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്റെ പ്രസംഗങ്ങളിൽ കേരളത്തിലെ യുവാക്കളുടെ പ്രശ്നങ്ങളെയും പ്രത്യേകം പരാമർശിച്ചു. തൊഴിലില്ലായ്മ കുറയ്ക്കാൻ സർക്കാർ പുതിയ തൊഴിൽ പദ്ധതികൾ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു. PSC നിയമനങ്ങൾ വേഗത്തിലാക്കും, ഒഴിവുകൾ സമയബന്ധിതമായി റിപ്പോർട്ട് ചെയ്യും, സ്വകാര്യ മേഖലയിലെ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കും, സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് സഹായം നൽകും. ഇതെല്ലാം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. യുവാക്കൾക്ക് സ്വന്തം നാട്ടിൽ ജോലി ലഭിക്കണമെന്നാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
പെൻഷൻ വിഷയവും ഇന്നത്തെ പ്രസംഗത്തിലെ പ്രധാന ഭാഗമായിരുന്നു. വയോജന പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ എന്നിവ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കുടിശ്ശിക ഒഴിവാക്കാൻ പ്രത്യേക ധനകാര്യ സംവിധാനം കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പെൻഷൻ തുക വർദ്ധിപ്പിക്കുമോ എന്ന ചോദ്യം ഇപ്പോൾ വലിയ ചർച്ചയാണ്. പലരും 2000 നിന്നും 3000 വരെ ഉയരാമെന്ന പ്രതീക്ഷയിലാണ്. കർഷകരെ കുറിച്ച് മുഖ്യമന്ത്രി വിശദമായി സംസാരിച്ചു. പ്രകൃതിക്ഷോഭവും കടബാധ്യതയും കാരണം ബുദ്ധിമുട്ടുന്ന കർഷകർക്ക് സഹായം നൽകും. കാർഷിക വായ്പകൾക്ക് പലിശയിളവ്, വിളനാശ നഷ്ടപരിഹാരം, റബ്ബർ, തേങ്ങ, നെല്ല് കർഷകർക്ക് പ്രത്യേക സംരക്ഷണ പദ്ധതി എന്നിവ സർക്കാർ പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻഷുറൻസ്, വെള്ള നവീകരണ സഹായം, വിദ്യാർത്ഥിനികൾക്ക് സ്കോളർഷിപ്പ്, കടക്ഷോഭ നഷ്ടപരിഹാരം എന്നിവ സർക്കാർ ശക്തമാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സർക്കാർ വാഗ്ദാനം ചെയ്തു. സർക്കാർ ആശുപത്രികളിൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കും. മരുന്ന് ലഭ്യത ഉറപ്പാക്കും. ഗ്രാമപ്രദേശങ്ങളിലെ ആരോഗ്യ സേവനം മെച്ചപ്പെടുത്തും. ക്യാൻസർ ചികിത്സയും ഹൃദ്രോഗ ചികിത്സയും സാധാരണക്കാർക്ക് കൂടുതൽ ലഭ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട സാഹചര്യം കുറയ്ക്കുന്നതാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. വിദ്യാഭ്യാസ മേഖലയിലും പുതിയ പ്രഖ്യാപനങ്ങളുണ്ട്. സർക്കാർ സ്കൂളുകൾ നവീകരിക്കും. ഡിജിറ്റൽ വിദ്യാഭ്യാസം ശക്തമാക്കും. വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക പരിശീലനം നൽകും. ദരിദ്ര വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വർദ്ധിപ്പിക്കുമെന്നും സർക്കാർ അറിയിച്ചു. ലാപ്ടോപ്പ് സഹായ പദ്ധതിയും പരിഗണനയിലുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ഈ പദ്ധതികൾ നടപ്പിലാകുമോ എന്നതാണ്. ചിലർ പറയുന്നത് ഇത് സ്ത്രീകൾക്ക് വലിയ വിപ്ലവകരമായി സഹായകമാകുമെന്നാണ്. മറ്റു ചിലർ ചോദിക്കുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഇത്രയും പദ്ധതികൾക്ക് മതിയാകുമോ എന്നതാണ്. അതുകൊണ്ട് തന്നെ ധനസമാഹരണം എങ്ങനെ നടത്തും? KSRTCയുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെ മെച്ചപ്പെടുത്തും? സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടുത്തുമോ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര പ്രഖ്യാപനം വലിയ രീതിയിൽ വൈറലാകുന്നു. രാഷ്ട്രീയപരമായും ഈ പ്രഖ്യാപനം വലിയ സ്വാധീനം ചെലുത്തുമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിൽ സ്ത്രീ വോട്ടർമാർ നിർണായക ശക്തിയാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് നേരിട്ട് ഗുണം ചെയ്യുന്ന പദ്ധതികൾ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണ്. ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതികളുടെ സ്വാധീനമാണ് കേരളത്തിലും കാണുന്നതെന്നാണ്. മുഖ്യമന്ത്രി VD സതീശൻ തന്റെ പ്രസംഗത്തിന്റെ അവസാനം പറഞ്ഞത് കേരളത്തിലെ സ്ത്രീകൾക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെയും സാമ്പത്തിക സുരക്ഷയോടെയും ജീവിക്കാനുള്ള സാഹചര്യം സർക്കാർ സൃഷ്ടിക്കുമെന്നതാണ്. കുടുംബത്തിന്റെ ഭാരമേറ്റ് നിൽക്കുന്ന സ്ത്രീകൾക്ക് സർക്കാർ ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് നിരവധി സ്ത്രീകളിൽ വലിയ പ്രതീക്ഷ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ ഓരോ കുടുംബവും കാത്തിരിക്കുന്നത് ഒരു കാര്യത്തിനാണ്. ഈ പ്രഖ്യാപനങ്ങളുടെ ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങൾ എപ്പോൾ വരും? അപേക്ഷ എങ്ങനെ, ആർക്കെല്ലാം ലഭിക്കും? ഏത് ബസ്സുകളിലാണ് ആദ്യം നടപ്പിലാക്കുക? എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. അവസാനമായി പറയാനുള്ളത്, സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്രാ പദ്ധതി കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റത്തിന് തുടക്കമാകുമോ എന്നതാണ് ഇനി കാണാനുള്ളത്. യാത്രാ ചെലവ് കുറയുക എന്നത് മാത്രമല്ല, സ്ത്രീകളുടെ തൊഴിൽ, വിദ്യാഭ്യാസം, സ്വാതന്ത്ര്യം, ആത്മവിശ്വാസം എന്നിവയെല്ലാം ഇത് ബാധിക്കാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രഖ്യാപനം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്രാ പദ്ധതി കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാകുമോ? നിങ്ങളുടെ അഭിപ്രായം പറയൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അടുത്ത കേരള രാഷ്ട്രീയ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.